പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപ്പാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 1-ാം ദിവസം സർവ നന്മകളുടെയും ഉറവിടത്തിന്റെ മുമ്പിലാണ് നാം ഇപ്പോൾ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ അവിടുന്ന് പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. യോഹന്നാൻ 7:37. പരിശുദ്ധ കുർബാനയാകുന്ന നിലയ്ക്കാത്ത ജലധാരയിൽ നിന്ന് എത്രയധികമായ കൃപാവര സമൃദ്ധിയാണ് വിശുദ്ധന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രവാചകൻ പറയുന്നത് പോലെ ഇതിലൂടെ അവൻ്റെ പീഡാനുഭവങ്ങളുടെ എല്ലാ യോഗ്യതകളും അവിടുന്ന് വാരിച്ചൊരിയുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് അവർ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആവിലായിലെ വാഴ്ത്തപ്പെട്ട ജോണിൻ്റെ ആത്മീയ ശിഷ്യയും പിന്നീട് വിശുദ്ധ ക്ലാരയുടെ സഭയിലെ അംഗവുമായിരുന്ന പേരിയായിലെ പ്രഭി ദിവ്യകാരുണ്യ മണവാട്ടിയെന്ന് അറിയപ്പെട്ടിരുന്നത് വിശുദ്ധ കുർബാനയുടെ മുന്നിൽ ദീർഘസമയം ചെലവഴിച്ചു എന്നതിനാലാണ്. എങ്ങനെയാണ് ഈ അതിപരിശുദ്ധിയുടെ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ ചെലവഴിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ നൽകിയ മറുപടി ഇതാണ്: നിത്യകാലത്തേക്ക് എനിക്ക് അവിടെ ആയിരിക്കുവാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധാത്മാക്കളുടെ ഭക്ഷണമായ ദൈവസത്ത തന്നെയല്ലേ അവിടെ സന്നിഹിതയായിരിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യത്തിൽ എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും, എന്തു ചെയ്യാതിരിക്കുവാൻ കഴിയും? ഞാൻ സ്നേഹിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യും. ഒരു ധനികനെ കണ്ടുമുട്ടാനിടയായാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ എന്തു ചെയ്യും? വിശന്നു പൊരിയുന്ന ഒരു മനുഷ്യൻ ഭക്ഷണം കാണുമ്പോൾ എന്തു ചെയ്യും? ദാഹാർത്തനായ ഒരു മനുഷ്യൻ ഒരു നീരുറവ കണ്ടാൽ എന്തു ചെയ്യും? ഓ എൻ്റെ ഈശോയെ, അങ്ങ് എൻ്റെ ജീവനും പ്രത്യാശയും നിക്ഷേപവും ആത്മാവിൻ്റെ ഏക സ്നേഹവുമാണ്. ദിവ്യകാരുണ്യത്തിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്നതിനു വേണ്ടി അങ്ങ് കൊടുത്ത വില ദാരുണമായ അങ്ങയുടെ മരണമായിരുന്നു. ഇപ്പോൾ പോലും അങ്ങയെ അവഗണിക്കുന്നവരിൽ നിന്ന് എത്രത്തോളം അവഹേളനങ്ങളാണ് അങ്ങ് സഹിക്കുന്നത്. എന്നിട്ടും ഞങ്ങളുടെ സ്നേഹം തേടി അവിടുന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ഈശോയെ വരിക, അങ്ങയെ തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. എന്നിട്ട് എൻ്റെ ഹൃദയ കവാടം എന്നേക്കുമായി അടയ്ക്കുക. വില കുറഞ്ഞതൊന്നും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അങ്ങേക്കു മാത്രം അർഹമായ സ്നേഹം അപഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങു തന്നെ എൻ്റെ ജീവിതത്തെ നയിക്കണം. അങ്ങയുടെ പക്കൽ നിന്ന് ഞാൻ അകന്നു പോവുകയാണെങ്കിൽ അങ്ങു തന്നെ എന്നെ നേരായ വഴിയിലൂടെ നയിക്കുക. അങ്ങയെ പ്രസാദിപ്പിക്കുക എന്ന ഒരേ ഒരു സൗഭാഗ്യം മാത്രം അന്വേഷിക്കുവാൻ എനിക്കിടയാക്കുക. അങ്ങയെ സന്ദർശിക്കുക എന്ന സന്തോഷത്തിനായി ആഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുക. അങ്ങയുടെ ശരീരം സ്വീകരിക്കുന്നതിനുള്ള ആനന്ദം അനുഭവിക്കുവാൻ മാത്രം നീ എന്നെ അനുവദിക്കുക. ഫലശൂന്യമായ എത്രയോ കാര്യങ്ങൾക്കു വേണ്ടി മനുഷ്യർ ഓടുന്നു. പക്ഷേ ഈശോയെ, എൻ്റെ മുഴുവൻ താല്പര്യവും അങ്ങയുടെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ സ്നേഹം യാചിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതും. ഞാൻ എന്നെ തന്നെ വിസ്മരിച്ച് അങ്ങയെ മാത്രം എൻ്റെ മനസ്സിൽ ധ്യാനിക്കട്ടെ. ആമേൻ. സുഹൃത ജപം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യും.
എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ആശ്രയിക്കാവുന്ന മറ്റൊരു സ്രോതസ്സാണ് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയം. നമുക്കേവർക്കും പങ്കുപറ്റുവാൻ തക്കവിധം അത്രമേൽ കൃപാവര സമ്പൂർണയാണ് മറിയം എന്നാണ് വിശുദ്ധ ബെർണാഡ് പറയുന്നത്. അവളുടെ പൂർണ്ണതയിൽ നമ്മളെല്ലാവരും പങ്കുപറ്റുന്നു. മാലാഖ അവളെ അഭിവാദനം ചെയ്ത പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ മറിയം കൃപ നിറഞ്ഞവളാണ്. കൃപാവരങ്ങളിൽ ദൈവം അവളെ ഇത്രമാത്രം സമ്പന്നയാക്കിയത് മക്കളായി നമ്മളോട് കൃപാവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനു വേണ്ടിയാണ്. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുഹൃത ജപം. ഞങ്ങളുടെ ആനന്ദത്തിനു കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിനു കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിനു കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.